നമഃ ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സാധകന്റെ കഠിന സാധന. ആശ്രമം കുരുക്ഷേത്രമാണ്. ഇവിടെ ജയിച്ചവൻ ഒരിടത്തും തോൽക്കുകയില്ല. ആശ്രമത്തിൽ കിട്ടാത്തത് നമുക്ക് പ്രപഞ്ചത്തിൽ ഒരിടത്തും കിട്ടാനും പോകുന്നില്ല. അമ്മയുടെ ആധികാരിക സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അനുഭൂതിയാണ്. അമ്മ ആശ്രമത്തിൽ കളിമണ്ണിൽ നിന്ന് ഉജ്ജ്വല ശില്പങ്ങൾ മെനഞ്ഞെടുക്കുകയാണ്. സ്കൂളിലും കോളേജിലുമെല്ലാം തോന്നിയതുപോലെ ജീവിച്ച ചെറുപ്പക്കാരെ ബ്രഹ്മചാരികളായി സ്വീകരിച്ച് അവരെ അമ്മ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. സാധകരായ ബ്രഹ്മചാരികളുടെ വാസനകളെ പുറത്ത് ചാടിക്കാൻ അമ്മ പല അടവും എടുക്കും. ബ്രഹ്മചാരികൾ ധ്യാനിക്കുന്നിടത്ത് ചെന്ന് അമ്മ ഒച്ചയും ബഹളവും വയ്ക്കും. ചിലപ്പോൾ ആരെങ്കിലും ശരിക്ക് ധ്യാനിക്കാത്തതിൻ്റെ പേരിലായിരിക്കും ബഹളം. ഒച്ചപ്പാടുണ്ടാക്കാൻ അമ്മയ്ക്ക് കാരണമൊന്നും വേണ്ട. അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളുടെ പേരിൽ അമ്മ ആശ്രമത്തിൽ കോലാഹലം സൃഷ്ടിക്കും. എല്ലാം ഇളക്കി മറിക്കും. ചണ്ടമുണ്ടന്മാരോട് പടയ്ക്ക് പുറപ്പെട്ടതുപോലെ തോന്നും. അറിയാതെ ചില ബ്രഹ്മചാരികളുടെ ദേഷ്യം പുറത്തു ചാടും. അമ്മ ചിരിച്ചു രസിക്കും. എന്നിട്ട് പറയും, ധ്യാനിക്കുന്നവന് രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. ചുമ്മാതെ ഒരു ഗുഹയിൽ പോയിരുന്ന് ധ്യാനിച്ചാൽ ദേഷ്യവും അഹവും മാറത്തില്ല. ഒരുവൻ നമ്മെ അടിച്ചാലും തൊഴിച്ചാലും നമ്മോട് ദ്വേഷിച്ചാലും നമുക്കവനോട് ദ്വേഷം ഉണ്ടാകുന്നില്ലെങ്കിൽ നാം വിജയിച്ചു. ചിട്ട കർശനമാണ്. വേദാന്ത ക്ലാസിന്റെ സമയത്ത് ഒരു ബ്രഹ്മചാരി മുറിയിലിരുന്ന് ധ്യാനിച്ചു. അമ്മ കതക് തട്ടി തുറന്ന് അകത്ത് പ്രവേശിച്ചു. ബ്രഹ്മചാരിയെ വലിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യാത്തവനൊന്നും ഇവിടെ നിൽക്കണ്ട. എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് പോയിക്കോ. നീ ശാസ്ത്രം പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇനി ഒരു ദിവസമെങ്കിലും നീ ക്ലാസ്സിൽ പോകാതിരുന്നാൽ പിന്നെ ഞാൻ പറയുന്നില്ല. പറഞ്ഞ് അമ്മയങ്ങ് ചിരിച്ചു പോയി. ദേഷ്യത്തിന്റെ അഭിനയമെല്ലാം പമ്പ കടന്നു. ആത്മസാക്ഷാത്കാരം വേണ്ട മക്കൾ മാത്രം ആശ്രമത്തിൽ താമസിച്ചാൽ മതി എന്നാണ് അമ്മ പറയുന്നത്. ബ്രഹ്മചാരികളിൽ പലരും സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അവർ ഇവിടെ തറയിൽ പുൽപ്പായിൽ കിടക്കുന്നു. ഓലക്കുടിലാണ് മുറി. ഭക്ഷണത്തിന്റെ കാര്യം പറയണ്ട. ചിലപ്പോൾ കഞ്ഞി മാത്രം. രുചിയുള്ളതൊന്നും അമ്മ കൊടുക്കുകയില്ല. ധ്യാനിക്കുമ്പോൾ വല്ല ചീത്ത ചിന്തയും മനസ്സിൽ വന്നാൽ അമ്മ ഓടിയെത്തും. അപ്പോൾ അമ്മ അത് തിരുത്തും. ഇതൊക്കെയാണെങ്കിലും അവർക്ക് വീട്ടിൽ പോകണ്ട, ഇവിടെ നിന്നാൽ മാത്രം മതി. അവർ ഇവിടെ നിന്ന് അമ്മയുടെ കൂടെ കഠിന സാധന ചെയ്ത് ആത്മസാക്ഷാത്കാരത്തിനുള്ള യോഗ്യത നേടാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഹരി ഓം നമഃ ശിവായ.